നമസ്തേ ബച്ചോ, സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 8th ഹിന്ദി ഫസ്റ്റ് ചാപ്റ്റർ പേഡ് കവിതയുടെ ലാസ്റ്റ് ആക്ടിവിറ്റീസ്, അതായത് പേജ് നമ്പർ 11 ഭാഗം നമുക്കിന്ന് പരിചയപ്പെടാം. ഓക്കെ. സംബന്ധ് പഹ്ചാനെ और ജോഡെ, അതായത് താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ ശരിയായി നമുക്ക് ബന്ധിപ്പിക്കാം. ഏതൊക്കെയാണ് പോയിന്റ്? ധൂപ്, മിട്ടി, പാനി, ഫൂൽ. നമ്മൾ കവിതയിൽ പഠിച്ചതാണ്. ആ കവിതകൾ നല്ലതായി പഠിച്ചവർക്ക് മാത്രം, വായിച്ചു പഠിച്ചവർക്ക് മാത്രമേ ഇത് ശരിക്കും യോജിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പം ജോഡെ എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക. ഇവിടെ ധൂപ് വെയിൽ, മിട്ടി മണ്ണ്, പാനി വെള്ളം, ഫൂൽ പൂവ്. എന്താണ് മറ്റേ ബോക്സിൽ കൊടുത്തത്? പശ്മീനെ, ഛായ, രംഗ്, ആകാശ്. കവിതയിൽ പഠിച്ചോർക്കുന്നില്ലേ? പശ്മീനെ. അപ്പോൾ നമുക്കിനി ഓരോ വാക്കുകൾ വായിക്കാം. ധൂപ് എന്താണ് യോജിക്കുന്നത്? ധൂപ് സിലി തോ ബിഗർ ഗയി കതരൻ കതരൻ ഛായയെ. ഓർക്കുന്നില്ലേ? അപ്പോൾ ഏതായിരിക്കും വരിക? ഛായ അല്ലേ? അതിന് മാച്ച് ചെയ്യുന്നത് ധൂപ് എന്നതിന് ബന്ധപ്പെടുന്നത് എന്താണ്? ഛായ. അതുപോലെ തന്നെ മിട്ടി. എന്താണ് മിട്ടി നമ്മൾ പഠിച്ചത്? മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാശ്. ഇവിടെ മിട്ടി രംഗ് അല്ലേ? അതാണല്ലോ മിട്ടിക്ക് യോജിച്ച വേണം. ഇവിടെ അതിന് ബന്ധപ്പെടുന്നത് എന്താണ്? രംഗ്. അതുപോലെ പാനി. പാനി ഓർക്കുന്നുണ്ടോ? സിൽ ആകാശ്. അപ്പോൾ പാനി തുന്നിച്ചേർത്തിട്ട് എന്താണ്? ആകാശ് അല്ലേ? ആകാശം. ഫൂൽ പശ്മീനെ. ഓർക്കുന്നില്ലേ? ഫൂൽ സിലേത്തോ എന്തായി മാറും? പശ്മീനെ. സോഫ്റ്റ് ആയിട്ടുള്ള കമ്പിളി വസ്ത്രം. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കവിത നന്നായിട്ട് വായിക്കുക, എന്നാലേ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റൂ. നെക്സ്റ്റ്, കവിതാസെ ഏ ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖെ. കവിതയിൽ നിന്നും താഴെ കൊടുത്തിരിക്കുന്ന ഈ ആശയ ഓരോ വരികളും കണ്ടുപിടിച്ചത്, അതായത് പങ്ക്തിയാൻ ചുൻകർ ലിഖെ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഓരോ വരികൾ നമുക്ക് വായിച്ചു നോക്കാം. ആ വരികൾക്ക് യോജിച്ചത് നമ്മുടെ കവിതയിലുണ്ടോ എന്നാണ് അർത്ഥം. ധൂപ് കെ സിൽനെ സെ ഛായയും ബിഗർ ഗയി ഹേ. ധൂപ് വെയിൽ തുന്നിച്ചേർത്തപ്പോൾ നിഴലുകളൊക്കെ ചിതറിപ്പോയി എന്നുള്ള വരികൾ എവിടെയെങ്കിലും ഉണ്ടോ? ധൂപ്, ഛായ എന്നുള്ള വരികൾ പെട്ടെന്ന് കണ്ടുപിടിച്ചേ എല്ലാവരും. കണ്ടില്ലേ? ധൂപ് സിലീത്തോ ബിഗർ ഗയി കതരൻ കതരൻ ഛായയും എന്ന വരികൾ നമ്മൾ പഠിച്ചോർക്കുന്നില്ലേ? അത് 2 വരിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എഴുതേണ്ടത്. 2 മാർക്കായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 1 മാർക്കിൻ്റെയും വരാം. ഓക്കെ. നെക്സ്റ്റ്, പേടിനെ രംഗ് ഔർ സുഗന്ധയ്ക്ക് സിലായിക്ക്. വൃക്ഷം നിറവും അതുപോലെ തന്നെ സുഗന്ധവും തുന്നിച്ചേർത്തു. ഏത് വരിയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഏതായിരിക്കും? രംഗ് മഹക്കി ഹുയി സിലായി ഫൂൽ സിലെ പശ്മീനെ. കാണുന്നില്ലേ? അപ്പോൾ രംഗ് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. മഹക്ക് സുഗന്ധന് പകരം മറ്റൊരു വാക്കാണ് മഹക്ക് അല്ലേ? ഹുയി സിലായി ഫൂൽ സിലെ പശ്മീനെ. പ്രത്യേകിച്ചും ശ്രദ്ധിച്ചെഴുതുക, നോക്കിയിട്ട് തന്നെ ആൻസർ ഷീറ്റിലേക്ക് എഴുതി വെക്കണം, തെറ്റിക്കാതെ. അടുത്തത്, പേടിനെ മിട്ടി രംഗ് ഹവാ और പാനി കോ തരാശ് കെ ചോടാ ഹെ. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇവിടെ മിട്ടി രംഗ് ഹവ എന്നുള്ള വാക്കുകൾ എവിടെയാണ് ഉള്ളതെന്ന്? മിട്ടി രംഗ് ഹവ പാനി കോ ജോടാ ദിയാ തരാശ്. ആ 2 വരികൾ ഇതിലേക്ക് ആൻസർ എഴുതുകയേ വേണ്ടൂ. ഓക്കെ. ലാസ്റ്റ്, പേടിനെ പ്രത്യേക ഫൽമേം അപ്പന സ്വാദ് ഭരാ ഹെ. മരം ഓരോ പഴങ്ങളിലും അതിൻ്റെതായ സ്വാദ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാദ് എന്നുള്ള ശബ്ദം അല്ല വാക്ക് എവിടെയാണ് നിങ്ങൾ കാണുന്നത്? എവിടെയായിരിക്കും? ആമുമേം ആമുക്കെ സ്വാദ് സിലേഹെ, ജാമുൻമേം ജാമുൻകെ. അത് മതി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചെഴുതുക. നമ്മൾ ഇങ്ങനെയുള്ള ആൻസർ എഴുതുമ്പോൾ പ്രത്യേകിച്ചും അത് ആ വരി ശരിക്കും നോക്കിക്കൊണ്ട് നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുകയാണ് വേണ്ടത്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ശബ്ദോ കാ ആപ്പസി സംബന്ധ് പഹ്ചാനെ. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ശബ്ദം, ഓരോ വാക്കുകളെയും ബന്ധങ്ങൾ തിരിച്ചറിയുക പരസ്പരം. സിലെ യാ സിലി സെ പൂരാക്കരെ. ഏതിലൊക്കെയാണ് സിലെ ചേർക്കേണ്ടത്, ഏതിനാണ് സിലിയും ചേർക്കേണ്ടതെന്ന് പൂർത്തിയാക്കേണ്ടതാണ്. അപ്പോൾ ബോക്സ് 2 ഉണ്ട്, അതുപോലെ തന്നെ റൗണ്ടിൽ ഇതും നോക്കി ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ബോക്സ്, സിലെ ഗോംസ്ലെ സിലീം ഹവായേം. സിലെ കിനാരെ സിലീം ജമീനേം. ഇവിടെ സിലെ എന്നും സിലീം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സിലെ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം ബഹുവചനമാണ്. സിലീം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം ബഹുവചനമാണ്. ഇവിടെ സിലെ അതായത് ഗോംസലെ, ഗോംസലെ എന്ന് പറഞ്ഞാൽ ബഹുവചനം സിലെ. സിലീം എന്ന് പറഞ്ഞാൽ ഹവായേം, സ്ത്രീലിംഗം ബഹുവചനമായതുകൊണ്ട് സിലീം എന്ന് ചേർത്തു.
സിലെ കിനാരെ, കിനാരെ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ബഹുവചനം സിലെ എന്ന് ചേർത്തു. സിലീം ജമീനെ, ജമീനെ ശബ്ദം സ്ത്രീലിംഗം ബഹുവചനം ആയതുകൊണ്ട് സിലീം എന്ന് ചേർക്കുന്നു. അപ്പോൾ അടുത്ത ബോക്സ് നമുക്ക് എളുപ്പമാക്കാം. പത്തേ, കലിയാം, നദിയാം, ഡാലിയാം. പത്തേ, പത്തേ എന്ന് പറയുമ്പോൾ അവിടെ പുല്ലിംഗം ബഹുവചനമാണ്. ബാക്കിയുള്ളവെല്ലാം ഇയാം എന്നിലാണ് അവസാനിക്കുന്നത്. കലിയാം, നദിയാം, ഡാലിയാം. അങ്ങനെയാണെങ്കിൽ റൗണ്ടിലുള്ള സിലെ എന്നത് സിലീം എങ്ങനെ ചേർക്കാം? അപ്പോൾ സിലെ എന്ന് പറഞ്ഞാൽ അവിടെ പത്തെ, സിലെ എയിൽ അവസാനിക്കുന്നു. സിലെ പത്തെ ബഹുവചനം സിലെ. അതുപോലെ സിലീം സ്ത്രീലിംഗം ബഹുവചനമായതുകൊണ്ട് കലിയാം, സിലി കലിയാം, സിലി നദിയാം, സിലി ഡാലിയാം. ആ മൂന്നും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാവരും എഴുതി പഠിക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അടുത്ത ഭാഗം, പേട് കോ ദർജി ക്യോം കഹാ ഗയാ ഹേ? വൃക്ഷത്തെ എന്തുകൊണ്ടാണ് തയ്യൽക്കാരൻ എന്ന് പറയപ്പെട്ടിരിക്കുന്നത്? ചർച്ച ചലായേ, ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്ത് നോക്കാം. കവിനെ पेड़ को दर्जी कहा क्योंकि दर्जी सुंदर कपड़े सिलकर दूसरों को उपहार देता है. उसी प्रकार पेड़ भी प्रकृति की सुंदरता बनाता है. अर्थात पेड़ हवाएं, धूप, मिट्टी, पानी और रंग को जोड़कर एक सुंदर रूप बनाता है. उसके बिना फूलों पर रंग और सुगंध भी देकर सुंदर पश्मीने बनाता है. ये सब गुण होने से कवि पेड़ को दर्जी के समान कहा. അപ്പോഴെന്താണ് മനസ്സിലായത്? കവി പേട് കോ ദർജി കഹ, അതായത് കവി എന്ന് പറഞ്ഞു വൃക്ഷത്തെ അല്ലെങ്കിൽ മരത്തെ തയ്യൽക്കാരൻ എന്ന് പറഞ്ഞു. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ദർജി സുന്ദർ കപ്പടെ സിൽക്കർ, തയ്യൽക്കാരൻ എന്താണ് നല്ല ഡ്രസ്സുകളൊക്കെ തയ്ച്ചിട്ട് ദൂസരോക്ക് ഉപകാർ ദേത്തെ ഹെ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്നു. ഉസീ പ്രകാർ അതേപോലെ പേടുബി വൃക്ഷവും പ്രകൃതിക്ക് സുന്ദരത ബനാത്ത ഹെ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സൗന്ദര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അർത്ഥാത് അതായത് പേട് ഹവായേം, ധൂപ്, മിട്ടി, പാനി ഓർ രംഗ്, അതായത് വൃക്ഷം കാറ്റിനെയും വെയിൽ, മണ്ണ്, വെള്ളം, അതുപോലെ തന്നെ നിറം, ജോഡുക്കർ എല്ലാം കൂടി യോജിപ്പിച്ച് പ്രകൃതിക്കോ സുന്ദർ രൂപ് ബനാത്ത ഹെ, പ്രകൃതിയെ ഒരു സുന്ദരമായ രൂപം ഉണ്ടാക്കി തീർക്കുന്നു. ഉസ്കെ ബിന ഫൂലോं पर रंग और सुगंध भी देकर സുന്ദർ പശ്മീനെ ബനാത്ത ഹെ, പൂക്കളിൽ നിറവും ഗന്ധവും നൽകിക്കൊണ്ട് മനോഹരമായൊരു കമ്പിളി വസ്ത്രവും തയ്ച്ചു തീർക്കുന്നു. ഏ സബ് ഗുണ, ഈ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കവി ദർജി കെ സമാൻ പേട് കോ കഹ, ഒരു തയ്യൽക്കാരനെ പോലെ വൃക്ഷത്തെ സങ്കല്പിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കവിതയുടെ ആശയം അല്ലെങ്കിൽ ആസ്വാദന ടിപ്പണി ഏതെങ്കിലും ഒന്ന് വരാം. 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാവുന്നതാണ്. അപ്പോഴെങ്ങനെയാണ് ആൻസർ എഴുതുക? ഹിന്ദി के प्रसिद्ध कवि सुशील शुक्ल की सुंदर कविता है पेड़. यहाँ कवि पेड़ को दर्जी कहा है क्योंकि पेड़ कई चीज़ों को आपस में जोड़कर प्रकृति को सुंदर बनाया है. उसी प्रकार दर्जी भी कई तरह के कपड़े सिलकर कई सुंदर रूप बनाता है. घोंसले, हवाएं, ज़मीन, फूल, फल और स्वाद को जोड़कर पेड़ जीवन को सुंदर बनाता है. पेड़ सिर्फ फल, फूल तथा छाया देने वाला नहीं बल्कि वो प्रकृति के एक रचनाकार भी है. हवा, वन, स्वाद आदि सरल भाषा में प्रयोग करके ये कविता बहुत सुंदर दिखाई पड़ता है. അർത്ഥം നോക്കാം. ഹിന്ദിക്ക് പ്രസിദ്ധ കവി സുശീൽ ശുക്ലയ്ക്ക് സുന്ദർ കവിത, ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ സുശീൽ ശുക്ലിൻ്റെ മനോഹരമായ കവിതയാണ് പേട്. യഹാം ഇവിടെ കവി പേട് കോ ദർജി കഹ, കവി പേട് വൃക്ഷത്തെ എന്ത് ചെയ്തു? ദർജി എന്ന് പറയുകയാണ്. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ പേട് കൈ ചീസോക്കു ആപ്പസ്മേ ജോഡുക്കർ, വൃക്ഷം അല്ലെങ്കിൽ മരം എല്ലാ വസ്തുക്കളെയും ഒന്നിച്ച് യോജിപ്പിച്ചുകൊണ്ട് പ്രകൃതിക്ക് സുന്ദർ ബനായ, നമ്മുടെ പ്രകൃതിയെ മനോഹരമാക്കി തീർത്തു. ഉസീ പ്രകാർ അതേപോലെ ദർജീബി തയ്യൽക്കാരനും
കൈ തരയ്ക്ക് കപ്പടെ സിൽക്കർ, പല നിറത്തുള്ള പലതരത്തിലുള്ള ഡ്രസ്സുകൾ തയ്ച്ചിട്ട് കൈ സുന്ദർ രൂപ ബനായ, എന്തൊക്കെയോ കുറേ രൂപങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. ഗോംസലെ കൂടെ, ഹവായെ കാറ്റ്, ജമീൻ ഫൂൽ ഫൽ और സ്വാദ് ഇതൊക്കെ ജോഡുക്കർ യോജിപ്പിച്ചിട്ട് പേട് ജീവൻ കോ സുന്ദർ ബനായ, നമ്മുടെ ജീവിതത്തെ തന്നെ മനോഹരമാക്കി തീർത്തു. പേട് സിർഫ് ഫൽ ഫൂൽ തഥാ ഛായ, വൃക്ഷം കേവലം പഴങ്ങളും പൂക്കളും അതുപോലെ ഛായ തണൽ ദേനേവാല നഹി തരിക മാത്രമല്ല, ബൽക്കി മറിച്ച് വോ പ്രകൃതിക്ക് ഏക്ക് രചനാകാർ ഭീ ഹേ, അത് പ്രകൃതിയുടെ ഒരു രചനാകാർ, അവർ നിർമ്മാതാവും കൂടിയാണ് എന്ന് വേണം പറയാം. ദർജി ഹവ വന സ്വാദ് ഇതൊക്കെ സരൽ ഭാഷാമേ ലളിതമായ ഭാഷയിൽ പ്രयोग करके പ്രയോഗിച്ചുകൊണ്ട് ഈ കവിത ബഹുത് സുന്ദർ ദിഖായി പഡ്തേ ഹൈ, ഈ കവിത വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നു.